ലോക്സഭാ തിരഞ്ഞെടുപ്പ് വോട്ടെണ്ണലിനുള്ള ഒരുക്കങ്ങൾ പൂർത്തിയായതായി ജില്ലാ തിരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥയും ജില്ലാ കളക്ടറുമായ ഷീബ ജോർജ്. പൈനാവ് ഏകലവ്യ മോഡൽ റെസിഡൻഷ്യൽ സ്കൂളിലാണ് ജില്ലയിലെ വോട്ടെണ്ണൽ നടക്കുക. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശിച്ച തരത്തിലുള്ള മുഴുവൻ ക്രമീകരണങ്ങളും വോട്ടെണ്ണൽ കേന്ദ്രത്തിൽ ഒരുക്കിയതായി ജില്ലാ കളക്ടർ പറഞ്ഞു. ജൂൺ 4-ാം തീയതി രാവിലെ 7:30 സ്ട്രോങ് റൂം തുറക്കും. 8 മണിക്ക് തപാൽ ബാലറ്റുകൾ എണ്ണും. 18 ടേബിളുകളിലാണ് തപാൽ വോട്ടുകൾ എണ്ണുക. തുടർന്ന് വോട്ടിംഗ് യന്ത്രങ്ങളിലെ വോട്ടുകൾ എണ്ണി തുടങ്ങും. നിയമസഭാ മണ്ഡല അടിസ്ഥാനത്തിൽ 7 ഹാളുകളിലായി ഒരു ഹാളിൽ 14 ടേബിളുകൾ എന്ന തോതിൽ 98 ടേബിളുകളിലാണ് വോട്ടിംഗ് യന്ത്രങ്ങളിലെ വോട്ടെണ്ണൽ നടക്കുക. വോട്ടെണ്ണൽ കേന്ദ്രത്തിലെ ബാരിക്കേഡ് നിർമ്മാണം, പശ്ചാത്തല വിനിമയ സംവിധാനങ്ങൾ ഒരുക്കൽ തുടങ്ങിയവ പൂർത്തിയായി. കൗണ്ടിംഗ് സൂപ്പർവൈസർമാരുടെയും അനുബന്ധ ജീവനക്കാരുടെയും നിയമനവും പരിശീലനവും പൂർത്തിയായതായും ജില്ലാ കളക്ടർ പറഞ്ഞു. ജൂൺ 4 നടക്കുന്ന വോട്ടെണ്ണൽ പ്രക്രിയയുമായിട്ട് ബന്ധപ്പെട്ട ഒരുക്കങ്ങളെല്ലാം പൂർത്തിയായിട്ടുള്ളതാണ്. പൈനാവ് EMRSൽ വെച്ചിട്ട് 7 കോൺസ്റ്റിറ്റ്യുവൻസികളുടെയും വോട്ടെണ്ണൽ നടക്കുക. രാവിലെ 7:30 സ്ട്രോങ് റൂമുകൾ തുറക്കുന്നതോടൊപ്പം 8 മണിക്ക് പോസ്റ്റൽ ബാലറ്റുകളുടെ വോട്ടെണ്ണൽ ആരംഭിക്കുകയും അതിനുശേഷം EVM കൗണ്ടിങ്ങും ആരംഭിക്കുന്നതാണ്. ഇതിനു വേണ്ടിയിട്ടുള്ള വോട്ടെണ്ണൽ കേന്ദ്രങ്ങളുടെ സജ്ജീകരണങ്ങൾ, ബാരിക്കേഡിംഗ്, IT ഇൻഫ്രാസ്ട്രക്ചർ തുടങ്ങിയ കാര്യങ്ങളെല്ലാം പൂർത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. അതുകൂടാതെ കൗണ്ടിങ്ങിനുള്ള സൂപ്പർവൈസർമാരും അതുപോലെ കൗണ്ടിങ് സ്റ്റാഫുകളുടെയും നിയമനം പൂർത്തിയായി. അവരുടെ ട്രെയിനിങ്ങും കഴിഞ്ഞിട്ടുണ്ട്. അന്നേ ദിവസം രാവിലെ തന്നെ 6 മണിയോടെ എല്ലാ ഉദ്യോഗസ്ഥരും കൗണ്ടിങ് സെൻറ്ററിൽ എത്തുന്നതോടെ അതിൻ്റെ നടപടികൾ ആരംഭിക്കും. പോലീസ് അതിൻ്റെ സെക്യൂരിറ്റി കാര്യങ്ങളെല്ലാം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. 3 ടയർ സെക്യൂരിറ്റി സിസ്റ്റമാണ് ഉണ്ടായിരിക്കുക. അതുമായിട്ട് ബന്ധപ്പെട്ട ക്രമീകരണങ്ങളെല്ലാം പൂർത്തിയായി കഴിഞ്ഞു. മാത്രമല്ല, നമ്മൾ ഈ ഒരു ഗ്രൗണ്ടും പാർക്കിംഗ് ഗ്രൗണ്ടും ഇതെല്ലാം കഴിഞ്ഞിട്ടാണ് കംപ്ലീറ്റ് സെക്യൂരിറ്റി സിസ്റ്റത്തിലേക്ക് പോകുന്നത്. മീഡിയ പേഴ്സൺസിന് വേണ്ടിയുള്ള പ്രത്യേക മീഡിയ സെൻറ്ററുകൾ, പബ്ലിക് കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ടുള്ള കേന്ദ്രങ്ങൾ, അതുപോലെ ഒഫീഷ്യൽ കമ്മ്യൂണിക്കേഷന് വേണ്ടിയിട്ടുള്ള കേന്ദ്രങ്ങൾ, ഇതെല്ലാം ഈ കൗണ്ടിംഗ് സെൻറ്ററിനുള്ളിൽ സജ്ജീകരിച്ചിട്ടുള്ളതാണ്. അതോടൊപ്പം മറ്റ് ആളുകൾക്ക് ഏജൻസിനെ കാണാനുള്ള അല്ലെങ്കിൽ ഏജൻസിന് വേണ്ടിയിട്ടുള്ള പ്രത്യേക സൗകര്യങ്ങളും ഇതിൻ്റെ അകത്തുണ്ടായിരിക്കും. എല്ലാ കൗണ്ടിംഗ് സെൻറ്ററുകളിലും രാവിലെ തന്നെ പ്രവർത്തനങ്ങൾ ആരംഭിക്കും. കൗണ്ടിങ്ങിനുള്ള പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്നതാണ്. ഇതിന് IT ഇൻഫ്രാസ്ട്രക്ചറുമായിട്ട് ബന്ധപ്പെട്ട എല്ലാ ക്രമീകരണങ്ങളും ഈ സെൻറ്ററിൽ തന്നെ ആക്കിയിട്ടുണ്ട്. സുരക്ഷാ ക്രമീകരണങ്ങൾ, മീഡിയ സെന്റർ, പൊതുവായും ഔദ്യോഗിക തലത്തിലുമുള്ള ആശയവിനിമയ കേന്ദ്രങ്ങൾ, ഏജന്റുമാർക്കുള്ള സൗകര്യങ്ങൾ എന്നിവ സജ്ജമായി കഴിഞ്ഞു. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിയോഗിച്ച 2 ഒബ്സർവർമാർ കൗണ്ടിംഗ് നടപടികൾ നിരീക്ഷിക്കും. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശിച്ച തരത്തിലുള്ള മുഴുവൻ ക്രമീകരണങ്ങളും വോട്ടെണ്ണൽ കേന്ദ്രത്തിൽ ഒരുക്കിയതായും ജില്ലാ കളക്ടർ പറഞ്ഞു.